നമസ്കാരം, ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ഇമ്മ്യൂണോളജി കൺസൾട്ടൻറ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. ഓൺലൈൻ കൺസൾട്ടേഷനിൽ കൂടി ഒരു കുട്ടിയെ ആസ്മയിൽ നിന്ന് മുക്തി കൊടുത്തൊരു അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. ഈ കുട്ടി ജീവിക്കുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അവർ ചണ്ഡീഗറിൽ നിന്നുള്ളൊരു ഫാമിലിയാണ്. കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരി ഒരു ലേഡി ഡോക്ടറാണ്. MD പീഡിയാട്രിക്സ് പഠിച്ച് ചണ്ഡീഗറിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ആ ലേഡി ഡോക്ടർ എന്നെപ്പറ്റി അവരുടെ ഒരു മലയാളി സുഹൃത്തിൽ നിന്ന് അറിയാനിടയായി. അപ്പോൾ ഇവർക്ക് എന്നെ ഒരു ദിവസം വാട്സപ്പിൽ കൂടെ ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചു. ഇങ്ങനെ അവരുടെ ബ്രദറിൻ്റെ ഒരു കുട്ടി വളരെയധികം കഷ്ടപ്പെടുകയാണ് ഓസ്ട്രേലിയയിൽ ആസ്മ കൊണ്ട്. അവർക്ക് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കൊള്ളാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തി വളരെ വിശദമായിട്ട് അവരോട് സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അവരതുവരെ ചെയ്ത ടെസ്റ്റുകളുടെ റിസൾട്ടെല്ലാം എനിക്ക് അയച്ചു തന്നു. അത് ഞാൻ സ്റ്റഡി ചെയ്തു. ലങ് ഫങ്ഷൻ ടെസ്റ്റ് മാത്രം ചെയ്തില്ല. കുട്ടിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 വയസ്സുണ്ട്. ഭക്ഷണ രീതികളെ പറ്റി ഞാൻ പറഞ്ഞു. എൻ്റെ ചിട്ടകളെന്ന് പറഞ്ഞാൽ ഭക്ഷണ രീതി കൃത്യമായിട്ട് പാലിക്കണം. 50% ആസ്മ, അലർജി അല്ലെങ്കിൽ ഏത് പഴകിയ രോഗത്തിലും ഞാൻ ക്യൂറാക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അതിനെപ്പറ്റി ബോധവൽക്കരിച്ചു. അത് അവർ ഫോളോ ചെയ്യാൻ തയ്യാറായി. അതിനുശേഷം മരുന്നുകൾ നിശ്ചയിച്ചു. അവർക്ക് മരുന്നുകൾ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് തന്നെ ഓസ്ട്രേലിയയിലേക്ക് അയച്ചു കൊടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്ന മരുന്നുകൾ അയച്ചു കൊടുത്തു. ഹോമിയോ ബേസിലുള്ള ചില മരുന്നുകളും വൈറ്റമിൻസും പിന്നെ ചില സിമ്പിൾ ബ്രീത്തിങ് എക്സസൈസും പറഞ്ഞു കൊടുത്തതിന് ശേഷം ചെയ്തു. ഇപ്പോൾ ഒരു 8 മാസത്തോളം 6 മാസത്തെ മരുന്നാണ് ആദ്യം അയച്ചു കൊടുത്തത്. 6 മാസം അവർ പറഞ്ഞത് റെഗുലറായിട്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഏതാണ്ട് 1 മാസം കണ്ട് സ്ഥിരമായിട്ട് ഇൻഹേലർ എടുത്തുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. മിക്കവാറും ആൻറ്റിബയോട്ടിക്സും അതെല്ലാം ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ അത് നിന്നു. പിന്നീട് ഇന്നുവരെ വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അവരാദ്യം ചോദിച്ചു, ഇതിന് കുട്ടിക്ക് ഇടയ്ക്ക് ചോക്ലേറ്റ് നമ്മൾ ഒന്നും പറ്റുകയില്ല. രോഗം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ അനുവദിക്കും. അങ്ങനെ അതെല്ലാം കൃത്യമായിട്ട് 6 മാസത്തെ മരുന്നിന് ശേഷം ഈ ഡോക്ടറും എന്നോട് ബന്ധപ്പെട്ടു. അവരും ബന്ധപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് ഫ്രീ ആണ്. അപ്പോൾ ഒരു 6 മാസം കൂടെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ എൻ്റെ ഒരു ചികിത്സാ അനുഭവത്തിൽ 1 to 2 yearsആണ് ഞാൻ പറയുന്നത്. ചിലർക്ക് 1 year കൊണ്ട് മാറും, ചിലർക്ക് 1.5 years കൊണ്ട് മാറും, ചിലർക്ക് 2 years കൊണ്ട് മാറും. വളരെ പ്രായം ചെന്നവരിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് തുടരുകയും ചെയ്യും. എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് ആസ്മ എന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ വ്രണങ്ങളാണ് ശ്വാസകോശ കുഴലുകളിലുണ്ടാകുന്നത്. ഇതാരും മനസ്സിലാക്കുന്നില്ല. ഈ വ്രണങ്ങൾ പഴുക്കുമ്പോഴാണ് കഫക്കെട്ടുണ്ടായിട്ട് ഫീവറും വന്ന് ന്യൂമോണിയയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ വ്രണങ്ങൾ കരിയണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഫുഡിൽ കൂടി കൊടുത്ത് അതിൽ കൂടി നമ്മൾ അതിനുള്ള ചില മെഡിസിൻസും ഇമ്മ്യൂണിറ്റി എൻഹാൻസ്മെൻറ്റ് വൈറ്റമിൻസ് എല്ലാം കൂടെ കൊടുക്കുമ്പോഴാണ് അതിനാണ് ഇൻ്റഗ്രേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ക്യൂറിലേക്ക് എത്തുകയുള്ളൂ. 6 മാസത്തിന് ശേഷം ഡോക്ടർ ബന്ധപ്പെട്ട് അവർ വളരെ തൃപ്തരാണ്. 6 മാസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇവർക്കൊരു ഇളയ കുട്ടിയുണ്ട്. ആ ഇളയ കുട്ടിക്കാണ്ട് ഇപ്പോൾ 1 വയസ്സുണ്ട്. ആ കുട്ടിക്ക് ഇൻഫൻറ്റൈൽ എക്സിമ എന്ന് പറയുന്നൊരു കണ്ടിച്ച് ദേഹത്ത് ചൊറിച്ചിലുണ്ടാകുക, ചെറുതായിട്ട് ലീക്കി ദ്രാവകങ്ങൾ വരിക, ഇൻഫൻറ്റൈൽ എക്സിമ എന്ന് പറയും. അതിനും അവർ സാധാരണ നമ്മൾ അലോപ്പതി വൈദ്യശാല കൊടുക്കുന്നത് അതിനൊന്നും വലിയ ക്യൂറില്ല, സ്റ്റീറോയിഡ് ചേർന്ന ക്രീമാണ് കൊടുക്കുന്നത്. അത് അവർ ചെയ്തുകൊണ്ടിരുന്നു. കാര്യമായ വ്യത്യാസമില്ല. അതിനും ഞാൻ ഭക്ഷണരീതി അവലംബിച്ചുകൊണ്ട് മെഡിസിൻസ് കൊടുത്തു, വൈറ്റമിൻസ് കൊടുത്തു. ഇപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു 2-3 മാസമേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആദ്യത്തെ കുട്ടി ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു 6 മാസം കൊണ്ട് കഴിയുമ്പോൾ ആ കുട്ടി കംപ്ലീറ്റ്ലി ക്യൂറാണ്. അപ്പോൾ ആ കുട്ടിയുടെ അകത്തുള്ള വ്രണങ്ങൾ പൂർണ്ണമായിട്ട് കരിയും. അവളുടെ ജനറൽ ഹെൽത്ത് സ്റ്റേറ്റ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു. ഏതാണ്ട് കുട്ടികളെ മാത്രം അമേരിക്കയിലും യൂറോപ്പിലും ലണ്ടനിലും എല്ലാം എനിക്ക് ചികിത്സയിൽ കുട്ടികൾ മാത്രമല്ല ഉതിർന്നവരുണ്ട്. കുട്ടികളെ മാത്രമേ 1 ലക്ഷത്തിൽ പരം കുട്ടികളെ ഞാനിപ്പോൾ ഈ മാറാരോഗമെന്ന് നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന രോഗത്തിൽ നിന്ന് എനിക്ക് മുക്തി കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ തീക്ഷ്ണമായ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വരെ നമ്മളൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരാറില്ല. അടിസ്ഥാനം കറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ അകലെ ഇരുന്ന് ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന കുട്ടിയെ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. കാരണം അവരെല്ലാം ഫോളോ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന കാരണം വേറെ മാർഗ്ഗമൊന്നുമില്ല. എല്ലാം ഇവർ നോക്കി പരാജയമടഞ്ഞു. എൻ്റെ കേരളത്തിൽ നിന്ന് വരുന്ന പേഷ്യൻസ് പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഡോക്ടറെ അലോപ്പതി നോക്കി, ആയുർവേദം നോക്കി, ഹോമിയോപ്പതി നോക്കി, എല്ലാ ചികിത്സാ മാർഗ്ഗങ്ങൾ അവലംബിച്ചു, രോഗം മാറുന്നില്ല. കാരണം അടിസ്ഥാനം കറക്റ്റ് ചെയ്യാൻ ഉള്ളൊരു നോളജ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ആരും പഠിപ്പിക്കുന്നില്ല. ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് ആസ്മ ഭക്ഷണവുമായിട്ട് റിലേറ്റ് ചെയ്ത മെയിൻ രോഗമാണ്. ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല.
എൻ്റെ പരിചയമുള്ള ഒരു സുഹൃത്ത് ഡോക്ടർ, ഇംഗ്ലണ്ടിൽ നിന്നും ഡിഗ്രി എടുത്ത ഡോക്ടറാണ്. അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ എൻ്റെ 2 വർഷം വഴി വെച്ച് കണ്ടപ്പോൾ ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, മനോരമയാണത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ആസ്മയിൽ നിന്നും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എന്ന് പറഞ്ഞ പുസ്തകം. ഞാൻ അദ്ദേഹത്തിന് ഒരു കോപ്പി കൊടുത്തു. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ എല്ലാവരും ഡസ്റ്റ് അലർജി എന്നല്ലേ പറയുന്നത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ ചികിത്സയുടെ സക്സസ് ഭക്ഷണരീതി കറക്റ്റ് ചെയ്തുകൊണ്ട് യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിലാണെന്ന്, ക്യൂറേറ്റീവാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് ഡോക്ടർ എന്നോട് പറയുകയാണ്, ഭക്ഷണം സ്റ്റൊമക്കിലല്ലേ ചെല്ലുന്നത്, അപ്പോൾ എങ്ങനെയാണ് ലങ്സിൽ അതിൻ്റെ കൊണ്ട് പ്രോബ്ലം ഉണ്ടാകുന്നത്? ഇതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ നമ്മുടെ ഇന്നത്തെ അറിവിൻ്റെ ലെവൽ. ഭക്ഷണത്തിൽ നിന്ന് കഫം ഉണ്ടാകുന്നതെന്നും ഈ കഫം സെക്രീറ്റ് ചെയ്ത് ശ്വാസകോശക്കുള്ളുകളിൽ വരുമെന്നും അവിടെ അത് ചെന്നിട്ടാണ് ഈ ഡാമേജ് എല്ലാം ഉണ്ടാക്കി ഇൻഫെക്ഷൻ ഉണ്ടാക്കി ഒരു സ്ഥിരമായിട്ടുള്ള സ്ഥായിയായ ഇൻഫെക്ഷൻ്റെ സ്ഥിതി വരുമ്പോൾ ശ്വാസകോശക്കുള്ളുകൾ ചുരുങ്ങുമെന്നും അടയുന്നതുകൊണ്ടാണ്, കഫം കൊണ്ടും അടയും അതിൻ്റെ ട്യൂബുകളും അടയുന്നതുകൊണ്ടാണ് ആസ്മ തുടർന്നുണ്ടാകുന്നെന്നുള്ള യഥാർത്ഥ സത്യം ആർക്കും അറിയില്ല. എല്ലാവരും ഡസ്റ്റ് അലർജി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഇതിനെ കവർ ചെയ്യാനാണ് പോകുന്നത്. ഞാനും ഒരു ആസ്മയുടെ ലെവൽ വരെ എത്തിയിട്ട് തിരിച്ചു വന്നയാളാണ്. ഈ ഏജിലും ഹെൽത്തി ആയിട്ട് ജീവിക്കുക. എൻ്റെ അമ്മ 96 വയസ്സുള്ള അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞൊരു വാക്ക് എന്നോട് സന്തോഷത്തോടെ അവതരിപ്പിക്കുകയാണ്. അമ്മ എന്നോട് ഇന്നലെ പറയുകയാണ്, ഞാനിപ്പോൾ പറക്കുകയാണെന്ന് ആരോഗ്യം കൊണ്ട്. അതിൻ്റെ കാരണം അമ്മ പറയാം, പണ്ടൊക്കെ 40 വയസ്സും 30 വയസ്സിലൊക്കെ അമ്മയ്ക്ക് തുമ്മലൊക്കെ തുടങ്ങി. അന്നേരത്തേക്കിന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടിക്കെട്ട് പോലെ അമ്മ തുമ്മുന്നത്. അന്നേരം രാത്രി ചോറാവുണ്ടെന്നേ. അതായിരുന്നു എൻ്റെ കാരണം. അതെല്ലാം മാറ്റി 96-ാം വയസ്സിലും ആരോഗ്യത്തോടെ അമ്മ ജീവിക്കുന്നു. ഇവിടെ പറഞ്ഞു വന്നത് ഓസ്ട്രേലിയ കേസിൽ നിന്നാണ് തുടങ്ങിയെങ്കിലും എത്ര പറഞ്ഞാലും മതിയായാത്ത വിഷയമാണ് ഭക്ഷണത്തെ പറ്റിയുള്ള അറിവ്. അവരവിടെ ഇരുന്ന ഭക്ഷണം നോക്കി ഭക്ഷണരീതി അവലംബിച്ച് മരുന്നുകളും കഴിച്ചുകൊണ്ട് ഈ ഒരു 6 മാസം ചികിത്സ കൊണ്ട് കഴിയുമ്പോൾ അവർ പൂർണ്ണമായിട്ട് മാറും. ഓൺലൈൻ കൺസൾട്ടേഷനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇതോടെ അപ്പം കാണിക്കുന്ന വാട്സപ്പ് നമ്പർ 9387556669 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. അതുമായിട്ട് ബന്ധപ്പെട്ടാൽ ഓൺലൈൻ കൺസൾട്ടേഷനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതിൽ കൂടി ചികിത്സ നിങ്ങൾക്ക് എടുക്കുവാനും മരുന്നുകൾ ഒന്നുമില്ലെങ്കിൽ റിലേറ്റീവ്സ് മേടിച്ചുകൊണ്ട് പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അയക്കാവുന്ന രാജ്യങ്ങളിലേക്കാണെങ്കിൽ നമ്മൾ മരുന്ന് അയച്ചു കൊടുത്ത് അവരെ മാനേജ് ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.